ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ചിക്കനും മുട്ടയും വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലോട്ടേക്ക് ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ 1 ടീസ്പൂൺ നമ്മളെ കാശ്മീരി ചില്ലി പൗഡറില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ കോൺഫ്ലവർ ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അത് ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇത്രയും ഇട്ടതിന് ശേഷം ഇത് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഇത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യേണ്ടി വെക്കാം കേട്ടോ. കാരണം ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് നന്നായി പിടിക്കണമല്ലോ. അതിനുവേണ്ടി ഒരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഞാൻ 10 മിനിറ്റേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി 10 മിനിറ്റിന് ശേഷം ഞാനിതെടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കലാണ്. അപ്പോൾ അതിന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഞാനിവിടെ ചൂടാക്കി വെച്ച് കേട്ടോ. ഇനി നമുക്ക് ഓരോരോ കഷ്ണം ചിക്കൻ നമുക്ക് ഈ ഓയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഓയിലിലേക്ക് നമുക്ക് ഈ ഓരോരോ പീസ് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇത്ര എണ്ണയൊന്നും യൂസ് ചെയ്യണമെന്നില്ല. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഓയിലിലേക്ക് ഞാൻ എല്ലാ ചിക്കൻ്റെ പീസും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഇപ്പോൾ നമ്മളെ ചിക്കന് ഏകദേശം ഹാഫ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡ് നമുക്ക് ഇതേപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഈ ചിക്കന് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ സ്നാക്സും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.